ഇലക്ഷൻ ധമാക്കാടെ ഒരു എപ്പിസോഡല്ല ഇത്. ഇലക്ഷൻ ധമാക്കാടെ എപ്പിസോഡ് വേറെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ സംസാരിക്കുന്നതും ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നു പല ആളുകളും പരാതി പറയുന്നുണ്ട്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പത്തനംതിട്ടയിൽ PC ജോർജിന് കിട്ടിയ പണിയും അടുത്ത വീഡിയോയിൽ തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് കിട്ടാൻ പോകുന്ന പണിയെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ ഇന്ന് PC ജോർജിന് എന്ത് പണിയാണ് പത്തനംതിട്ട കിട്ടിയെന്നല്ലേ? PC ജോർജ് ജനപക്ഷത്തെ BJPയിൽ ലയിപ്പിച്ച് BJPയുടെ അംഗത്വം എടുക്കുമ്പോൾ PC ജോർജ് പരസ്യമായിട്ട് പറയുന്ന ഒരു ഡിമാൻഡും വെച്ചില്ലെന്ന. പക്ഷേ നമ്മൾ മലയാളികളായതുകൊണ്ടും അരിയാഹാരത്തിനൊപ്പം ഗോതമ്പും കഴിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ അധികമായി നമ്മൾ ഭക്ഷിക്കുന്നത് കൊണ്ടും നമുക്ക് അല്പം ബുദ്ധി കൂടിപ്പോയി. ആള് PC ജോർജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ LDFിലും UDFിലും കൃത്യമായി എല്ലാം ചോദിച്ചു വെച്ച് അവർക്ക് തെറ്റിന്റെ ഭാരം അണിഞ്ഞത് കൊണ്ട് തന്നെ BJPക്ക് അറിയാം PC ജോർജ് ചോദിക്കുമെന്ന്. PC ജോർജ് തീർച്ചയായും ദേശീയ നേതൃത്വത്തോട് പത്തനംതിട്ട സീറ്റ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വട്ടേ മത്സരിക്കാൻ നിന്ന് അപ്പൊ സുരേന്ദ്രൻ വന്നു. സുരേന്ദ്രന്റെ കൂടെ കൂടി ഈ വട്ടം കിട്ടുമെന്നുള്ള ധാരണയിൽ ഇലക്ഷൻ എടുക്കാറാകുമ്പോൾ പോയി ലയിച്ചു. സീറ്റ് കിട്ടിയില്ല. പ്രഖ്യാപനം വന്നു. അനിൽ ആന്റണിക്ക് സീറ്റ് കൊടുത്തു. PC ജോർജ് ഗോപി ഈ സീറ്റ് കിട്ടിയാൽ 10 വോട്ട് കിട്ടുമെന്നൊക്കെ വിചാരിച്ചാണ് അവിടെ പൂഞ്ഞാറില് വൈദികനുമായിട്ടും വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ PC ജോർജ് ഇടപെട്ടതും അവിടെ എന്തൊക്കെ രീതിയിൽ കൊളം കലക്കാവോ അതിന്റെ എക്സ്ട്രീം ലെവലിൽ കൊളം കലക്കിയതും വലിയ വിഷയമാക്കിയതും ഒക്കെ PC ജോർജിന്റെ ഇടപെടലുകളായിരുന്നു. അതുകൊണ്ടാണ് PC ജോർജിന്റെയും കുറെ സന്തക സചാരികളുടെയും ഇടപെടലുകൾ കൊണ്ടാണ് കേസ് അങ്ങനെ ആയതും കുറെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനാവാത്തതും ഒക്കെ PC ജോർജിന്റെ ഇടപെടലിന് മൂലമാണ്. പക്ഷെ ഇവിടെ സീറ്റ് കിട്ടാത്തതിന്റെ കാര്യം PC ജോർജ് തന്നെ പറയുന്നുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെ പിന്നെ ഉള്ള ആളുകളൊക്കെ ഞാൻ സ്ഥാനാർത്ഥിയാകരുതെന്ന് ആഗ്രഹിച്ചു. എനിക്കറിയാം അവർ പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അവരൊക്കെ ഒരു ആഗ്രഹം സാധിക്കട്ടെന്ന്. അതുകൊണ്ട് ഞാൻ 4-5 ദിവസം മുന്നേ എനിക്ക് വേണ്ട, ഞാൻ സ്ഥാനാർത്ഥിയാണ്, ഇത്രയും പേര് ഇതിപ്പോൾ എനിക്കെന്തിനാ നീ എതിർപ്പ് സംബന്ധിച്ച് എന്ത് കിട്ടാനാണ്? എനിക്ക് ഒരു ആവശ്യമില്ല. ഇത് ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞ് എനിക്ക് വേണ്ട. അതൊന്നും ഞാൻ ആരോടും പിണങ്ങിയല്ല. ഞാൻ ഇന്നിപ്പോൾ വൈകുന്നേരം 7 മണിക്ക് വേണ്ടി പ്രഖ്യാപിച്ചത്. ഞാൻ ഒരു 5 ദിവസം മുമ്പ് എന്നോട് സംസാരിച്ച എല്ലാവരോടും ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കുന്നില്ല എന്ന്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ എങ്ങുമില്ലാതെ നടക്കുന്ന PC ജോർജിന് സീറ്റ് കൊടുക്കാതിരിക്കില്ല പിണറായിയുടെ പണിയെന്നാ പറയുന്നത്. അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ പുള്ളി പിന്നെ പരസ്യമായിട്ട് പറഞ്ഞു PC ജോർജിനെ പോലെ ഒരാൾക്ക് സീറ്റ് കൊടുത്താൽ നിങ്ങൾ അവിടെ പോട്ടും. അതുപോലെ തന്നെ BCയുടെ ഭാഷയിൽ പറഞ്ഞാൽ തുഷാർ വെള്ളാപ്പള്ളിയും ശ്രമിച്ചെന്നാ പറയുന്നത്. BDJS PC ജോർജിനോട് സീറ്റ് കൊടുക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ലായിരുന്നു. ഇന്ത്യയുടെ പ്രധാന ഘടകകക്ഷിയാണ് കേരളത്തിലെ BDJS എന്ന് വെച്ചാൽ SNDPയുടെ മറ്റൊരു രാഷ്ട്രീയ രൂപമാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഇത് വലിയ വളർച്ചയാവാത്തതുകൊണ്ട് ഇങ്ങോട്ട് വലിയൊരു ഇത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ PC ജോർജിന് സീറ്റ് കൊടുക്കാത്തതിൽ ഒരു പ്രധാന കാരണം BDJSന്റെ എതിർപ്പ് തന്നെയാണ്. പിന്നെ BJP വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു നായർ സമുദായത്തിൽ ഒരാളെ പത്തനംതിട്ട നിർത്തി 2 ക്രൈസ്തവരുടെ ഇടയിൽ ഒരു നായർ സമുദായത്തിൽ നിന്നിട്ട് മാക്സിമം വോട്ട് പിടിക്കാന്നൊക്കെ വിചാരിച്ചപ്പോ കേന്ദ്ര നേതൃത്വം അവിടെ വന്നു ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയാൽ മതിയെന്ന. അങ്ങനെ വീണ്ടും ക്രൈസ്തവ സ്ഥാനാർത്ഥി അവിടെ പോസ്റ്റ് ചെയ്തു. അനിൽ ആന്റണിയൊക്കെ PC ജോർജിനെ നന്നായിട്ട് പൊട്ടി. PC ജോർജ് പറഞ്ഞു അനിൽ ആന്റണിയൊക്കെ ആർക്ക് അറിയാനാ, കൂടുതൽ പോസ്റ്റർ ഇറക്കണം, കൂടുതൽ സ്ഥലത്ത് ഓടണം, അങ്ങനെ അനിഷ്ടം അങ്ങ് പ്രകടിപ്പിച്ചു. പാവം PC എന്തൊക്കെ മോഹങ്ങളായിരുന്നു. പത്തനംതിട്ട നിൽക്കണം, വോട്ട് പിടിക്കണം, ജയിക്കണം, MP ആവണം, മന്ത്രിയാവണം, ഡൽഹിയിലിരിക്കണം, അതെല്ലാം ഒറ്റ ഇഡില് പോയി. പാവം അത് കാര്യം ദേഷ്യം വരുത്തില്ലയോ? ആ ദേഷ്യത്തിന്റെ പോലത്തെ ആശാൻ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞു. അത് വിവാദമായി. അവസാനം അനിൽ ആന്റണി കണ്ടപ്പോൾ അനിൽ ആന്റണി പറഞ്ഞു വർഷമായിട്ട് ഞാൻ BJPയുടെ ദേശീയ സെക്രട്ടറിയാണ്. എനിക്ക് ഏകദേശം 5-6 സംസ്ഥാനങ്ങളിൽ എനിക്ക് പല വിധത്തിലുള്ള ചുമതലകളുണ്ട്. ഇതിനു മുമ്പും ഞാൻ പഴയ പാർട്ടിയിൽ ഇരുന്ന സമയത്തും പല സംസ്ഥാനങ്ങളിൽ എനിക്ക് പല ചുമതലകളുണ്ടായിരുന്നു, കേരളത്തിലും ഉണ്ടായിരുന്നു. അത് കാരണം ഇതൊക്കെ പാർട്ടി തീരുമാനങ്ങളാണ്. എല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നല്ലേ മാധ്യമങ്ങളുടെ ഒരു പണിയാണ്. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലയോ? മാധ്യമങ്ങളെ എല്ലാം അങ്ങ് സൃഷ്ടിക്കുക. അങ്ങനെ PC ജോർജിന് സീറ്റ് കിട്ടാതെ വിഷമിച്ച് വയ്ക്കുമ്പോൾ PC ജോർജിന്റെ വലങ്കൈയായ കാസ തീവ്ര ക്രിസ്ത്യൻ എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് തീവ്രവാദികളുടെ ഒരു സംഘടന കാസ, അത്രയൊക്കെ പറയാൻ പറ്റൂ. സമൂഹത്തിൽ വർഗീയ വിഷം കുത്തിവെക്കുന്ന എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ ഒരു വർഗീയ സംഘടനയായ കാസ ഉടനെ ക്രിസ്ത്യാനിയുടെ കണ്ണീരിന് വിലയില്ല, ഈ ഇലക്ഷന് BJP വില കൊടുക്കേണ്ടി വരും, ജനഹിതം മനസ്സിലാക്കി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല,
PC ജോർജിനെ മത്സരിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കാസാടെ പേജി കുറെ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായിട്ട് കാസ് ഇതങ്ങോട്ട് ഇറങ്ങി. അവസാനം എന്താ സംഭവിക്കാൻ പോകുന്നത് പത്തനംതിട്ടയില് അത് ഞാൻ ഇലക്ഷന്റെ മാക്കയിൽ പറഞ്ഞുതരാം, അവിടെ ആരാ ജയിക്കാൻ പോകുന്നത്. എന്നാലും PC ജോർജിനോ സീറ്റ് കിട്ടിയില്ല. ഇനി ആൻലാൻഡിക്ക് പാർട്ടി വോട്ടെല്ലാം കിട്ടുമോ? അതും കിട്ടാൻ പോകുന്നില്ല. പാർട്ടിക്ക് ഇത്രയും 2 ലക്ഷത്തിൽ പരം വോട്ട് കിട്ടിയിട്ടുണ്ട്, അത്രയും പോലും അൻലാൻഡിന് കിട്ടത്തില്ല. അത് സത്യസന്ധമായിട്ട് നമുക്ക് എല്ലാം അറിയാം. പിന്നെ അൻലാൻഡിന് കോൺഗ്രസിന് വന്നതാണ്, ദേശീയ സെക്രട്ടറിയാണ്, പറയുമ്പോൾ സീറ്റ് കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ BJP-കാർ കൊടുത്തുപോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? PC ജോർജ് ഇടയ്ക്ക് ഇവിടെ പാലം വലിക്കും, ബാക്കിയുള്ളവരും പാലം വലിക്കും. പിന്നെ PC ജോർജിനോട് പത്തനംതിട്ടയിലെ ജില്ലാ നേതൃത്വത്തിന് ശക്തമായ എതിർപ്പായിരുന്നു. അവിടെ എന്തോ ചെറിയ അഭിപ്രായ സർവേ ഒക്കെ എടുത്തായിരുന്നു പാർട്ടി നേതാക്കന്മാരുടെ ഇടയിൽ. ഒരാൾക്കും PC ജോർജ് വരുന്നതിനോട് താല്പര്യമില്ല, ഒരാൾക്കും താല്പര്യമില്ല. ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ ഉള്ള വിലയുമ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കും, 2-3 പേരെ ചാടിച്ചിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കി കളയുന്നൊരു പേടി. അതുകൊണ്ട് PC ജോർജിന് ഒരു ഇതും കിട്ടിയതുമില്ല, പുള്ളിക്കാരൻ സീറ്റും കിട്ടിയില്ല. ഇനിയിപ്പോൾ അടുത്ത നിയമസഭയിൽ എവിടെയും പുള്ളിക്കും കിട്ടിയില്ല, പുള്ളിയുടെ മോനും കിട്ടിയില്ല. ഇനി നിയമസഭയിൽ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയിൽ 2 സീറ്റ് PC-ക്കും മോനുമായിട്ട് ഒഴിച്ചിട്ട് കൊടുക്കുമായിരിക്കും. അതൊക്കെ സംഭവിക്കാവുള്ളൂ. എന്തായാലും പത്തനംതിട്ടയിൽ വലിയ ശക്തമായ മത്സരം കാണാൻ പറ്റത്തില്ല. ഒരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയൊക്കെ PC ജോർജ് വന്നാൽ കണ്ടേനെ. ഇപ്പൊ എന്താ LDF-ഉം UDF-ഉം. LDF-ൽ എന്തായാലും പുള്ളിക്കാരനാണ്, നമുക്ക് എല്ലാവർക്കും ഏതാണ്ട് ഉറപ്പിച്ചു വെച്ചേക്കുക തോമസ് ഐസക് ആണെന്നുള്ള കാര്യം. UDF-ന്റെ ആന്റോ ആന്റണിയാണോ അബിൻ വർക്കിയാണോ അതൊന്ന് കൺഫേം ആയിട്ട് വേണം ഇനി ചില കണക്കുകളുമായിട്ട് മുന്നോട്ട് വന്ന് ആര് തോക്കും ജയിക്കും എന്നുള്ള കാര്യം പറയാം. എന്താണെങ്കിലും ആന്റോ ആന്റണി രക്ഷപ്പെട്ടു, തോമസ് ഐസക്കിന് രക്ഷപ്പെട്ടു. PC എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ഉപദ്രവം ഇല്ലാതെ അവർക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ 2 പേരാൾക്ക് ജയിക്കുകയും ചെയ്യാം. എന്തായാലും PC ജോർജിന് BJP കൊടുത്ത പണി 8ന്റെ പണിയായിപ്പോയി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക.